നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ പതിവ് പോലെ കലയരങ്ങ് ദിവസമായ ശനിയാഴ്ച ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു പാചകത്തിൻ്റെ റെസിപ്പിയുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെ അങ്ങോട്ട് പോട്ടേന്നേ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ പുതിയ അറിവാകാം, ചിലപ്പോൾ നിങ്ങൾ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നതാകാം. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ്. ഞാനെന്നുണ്ടാക്കുന്നത് ഒരു ഉപ്പിലിട്ടത്, അതായത് അച്ചാർ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ അച്ചാർ എന്ന് പറയണല്ലോ, അച്ചാറിൻ്റെ രൂപത്തിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇത് പാവയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് പാവയ്ക്ക നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും, വാട്ടി ഉണക്കി വെച്ച് കൊണ്ടാട്ടനായിട്ട് വറക്കാറുണ്ട്. കൂടാതെ പാവയ്ക്ക തീയൽ വയ്ക്കാറുണ്ട്, പാവയ്ക്ക കിച്ചടി വെക്കാറുണ്ട്. ഇത് കൂടാതെ കണ്ട് പാവയ്ക്കയും മാങ്ങയും കൂടി ഇട്ടിട്ട് തേങ്ങയുടെ പാല് പിഴിഞ്ഞൊഴിച്ച് ഒരു തരം കറി, അതിൽ ഉള്ളി കൂടെ ചേർക്കും. അതൊരു ക്രിസ്ത്യൻ മോഡൽ കറിയാണെന്നാണ് പറയുന്നത്. ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ഇവിടെ ചിലപ്പോൾ എൻ്റെ മരുമകൾ ഉണ്ടാക്കാറുണ്ട്, പതിവുണ്ടെന്ന് തോന്നുന്നു. ആ കുട്ടി ഞാനത് കൂട്ടിയിട്ടില്ല, എന്തുകൊണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കത്ര അത് എടുക്കണമെന്ന് തോന്നാറില്ല, എടുക്കാറില്ല, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ കൂട്ടണുള്ളാറുണ്ട്. എനിക്ക് രണ്ട് പാവയ്ക്ക എന്ന് പറഞ്ഞാൽ അത് ഒരു കിലോയിൽ കൂടുതലേ ഉള്ളൂ. വലിയ പാവയ്ക്ക, നല്ല പാവയ്ക്ക, വെളുത്ത പാവയ്ക്ക, കണ്ടാലേ കൊതി വരും. അങ്ങനെ തോന്നിയിട്ട് രണ്ട് പാവയ്ക്ക കിട്ടി. ആ പാവയ്ക്ക ഇതൊരു മറ്റൊരു തരത്തിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കാറുള്ളതാണ്. ഇവിടെ ഞങ്ങളുടെ ഒരു അമ്മായി വരാറുണ്ട്. അമ്മായിയുടെ താമസമൊക്കെ മധുരയിൽ. അമ്മായി വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരാറുണ്ട്. വരുമ്പോൾ പാവയ്ക്ക കൊണ്ട് അമ്മായി ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണ് ഈ വിഭവം. ഇതിന് അമ്മായി പറയാറുള്ള പേര് പാവയ്ക്ക വിണ്ടാലു എന്നാണ്. പാവയ്ക്ക വിണ്ടാലു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം പാവയ്ക്ക വിണ്ടാലു. ഇതിന് വേണ്ട റെസിപ്പികൾ: നല്ല പാവയ്ക്ക, വെളുത്ത പാവയ്ക്ക കഴുകി മുറിച്ച് മൂന്ന് പീസാക്കി കീറി ഉള്ളിലുള്ള ആ ചോറ് കാര്യങ്ങളൊക്കെ കളഞ്ഞു. എല്ലാം വച്ചു കഴുകി വാരി എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞു, അരിയണ തട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് പൊടിയായിട്ട്, വളരെ പൊടിയായിട്ടല്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് വരണ വിധത്തിൽ ഇങ്ങനെ അങ്ങ് കീറുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരയുമ്പോൾ ചെറിയ വരികളായിട്ട് വരുന്നതിനെ കൂട്ടി വെച്ച് അടുക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. അല്പം ഉപ്പ് കൂടെ പുരട്ടി ലേശം മഞ്ഞപ്പൊടി കൂടെ ഇട്ടു, രണ്ടും കൂടി ചേർത്തു. അത് ഒന്നങ്ങടെ ഇളക്കി മറിച്ച് ഞാൻ മൈക്രോവേവിലേക്ക് വെച്ചു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പാവയ്ക്ക, അല്പം മഞ്ഞപ്പൊടി, ഉപ്പ്, അരിഞ്ഞത് മൈക്രോവേവിൽ വെച്ച് 2 മിനിറ്റ് വെച്ചു. അപ്പോൾ ഈ പാവയ്ക്ക ഒന്ന് വാടും, അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിയുക, ഒരു 3-4 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടണതിന് വിരോധമില്ല, പക്ഷേ ഞാൻ ഇതൊന്നും ഇന്ന് ഇട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ ആവട്ടെ എന്ന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അതിലേക്ക് വേണ്ടത് പരിപ്പുകളുണ്ട്, പല പരിപ്പുകൾ: ഉഴുന്ന് പരിപ്പ്, സാമ്പാർ പരിപ്പ്, വടപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, അല്പം എള്ള് ഉണ്ടെങ്കിൽ എള്ള്, കറുത്ത എള്ളാണ് ഞാൻ എടുക്കാറ്. ഇന്ന് എള്ളും എടുത്തിട്ടില്ല, കാരണം എന്തോ വേണ്ടെന്ന് തോന്നി, എള്ള് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഈ 3-4 പരിപ്പുകൾ വറുത്തെടുക്കണം. അതിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം അല്പം ഇതിൽ വെളിച്ചെണ്ണയല്ല വേണ്ടത്, എണ്ണ, ഇതയം നല്ലെണ്ണയാണ് ഞാൻ ഈ അച്ചാറുകൾക്കൊക്കെ ഉപയോഗിക്കാറ്. ആ ഇതയം നല്ലെണ്ണ കുറച്ച് കൂടുതൽ എടുക്കുക, കാരണം വീണ്ടും പാവയ്ക്ക വറക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി വന്നാലും നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് കുറച്ച് എണ്ണ, ഒരു 4 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്.
ഇതയം നല്ലെണ്ണ. അതിലേക്ക് ആദ്യം ഉഴുന്ന് പരിപ്പ് ഒരു 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ്. ആ ഉഴുന്ന് പരിപ്പ് ഇട്ട് പതുക്കനെ ഇളക്കി വയ്ക്കുമ്പോൾ ഇതൊരു പ്ലേറ്റിൽ എല്ലതും ഇങ്ങനെ എടുത്ത് വയ്ക്കുക കേട്ടോ നല്ലത്. 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 സ്പൂൺ സാമ്പാർ പരിപ്പ്, 2 സ്പൂൺ വടപ്പരിപ്പ്, അത് കടലപ്പരിപ്പ് തന്നെയാണ്. പിന്നെ 2 സ്പൂൺ ചെറുപയർ പരിപ്പ്, 2 സ്പൂൺ പൊട്ടുകടല. ഈ 5 തരത്തിലുള്ള പരിപ്പ് 5 ഓടത്തിലാക്കിയിട്ട് വെച്ചു. ആദ്യം ഉഴുന്ന് പരിപ്പ് ഇട്ടു. ഉഴുന്ന് പരിപ്പ് ഇട്ടു. ഗ്യാസ് ഏറ്റവും കൂട്ടി വെച്ചാൽ പറ്റില്ല, ഇടയ്ക്ക് മീഡിയം റേറ്റിൽ വെച്ച് പതുക്കെ അങ്ങോട്ട് വറുത്ത് കുറച്ച് വറുപ്പായി കഴിഞ്ഞപ്പോൾ സാമ്പാർ പരിപ്പ് ഇട്ടു. അതും കൂടി ചേർത്ത് വറുത്ത് കഴിഞ്ഞ് ഇതുപോലെ അല്പസമയം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വടപ്പരിപ്പ് ഇട്ടു. അതും ചേർത്ത് വറുത്തു. പിന്നീട് ഇടുന്നത് ചെറുപയർ പരിപ്പ്, പിന്നീട് പൊട്ടുപരിപ്പ്. അപ്പം 5 കൂട്ടം പരിപ്പ് വന്നിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ്, സാമ്പാർ പരിപ്പ്, വടപ്പരിപ്പ്, പിന്നെ ചെറുപയർ പരിപ്പ്, പൊട്ടുകടല. ഈ 5 ഏറ്റവും ഒടുക്കം പൊട്ടുകടല ഇട്ടാൽ 2-3 പ്രാവശ്യം ഇളക്കി കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കാം. പിന്നെ ആ ഹിൻഡാലിയത്തിൻ്റെ ചീൻചട്ടി ആകുകൊണ്ട് അതിനുണ്ടൊരു ചൂട്. അപ്പോൾ ധാരാളം എണ്ണ ഒഴിച്ചേക്കണോണ്ട് ഇതുണ്ട്. പിന്നെ അതെല്ലാം കണ്ണാപ്പയ്ക്ക് ഇങ്ങോട്ട് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതിൽ കിടന്നാൽ കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നീട് ആ ബാക്കിയുള്ള എണ്ണയിൽ ആദ്യം തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ചേർത്ത് അരിഞ്ഞ് വച്ചേക്കണം. പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വച്ചേക്കണത്, ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വച്ചിട്ടുള്ളതുണ്ടല്ലോ, അതും ഈ വച്ചിരിക്കുന്ന പാവയ്ക്ക വാട്ടി വെച്ചിരിക്കുന്നതും ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇളക്കുക. അത് ഒരുമിച്ചിട്ട് ഇളക്കി ഈ പാവയ്ക്ക ഒന്ന് നല്ലതുപോലെ മൊരിയണമെന്നില്ല, എന്നാൽ മൊരിഞ്ഞാൽ നല്ലത്. എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് ഇളക്കി അത് പതുക്കനെ ചൂട് കുറവിൽ ഇങ്ങനെ ഗ്യാസ് ചെറുതാക്കി വെച്ചിട്ട് അതിലിട്ട് ഇളക്കുക. അല്ല കൂട്ടി വെച്ചാൽ നമ്മളവിടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ എണ്ണയിൽ അതിങ്ങനെ കിടന്ന് മൂത്ത് വരും. മൂത്ത് വന്നു എന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ പാവയ്ക്ക, ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പരിപ്പ് കൂടി അങ്ങോട്ട് ഇട്ടേക്കുക. അതും കൂടെ ചേർത്തു. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി അല്പം കൂടി ഉപ്പ് ചേർത്ത്, ഈ പരിപ്പും കൂടി ചെല്ലുമ്പോൾ ഉപ്പ് ഇത്തിരി കൂടും വേണ്ടി വരും. അല്പം കൂടി ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് ഈ കറിയുടെ ഏറ്റവും മാസ്മര വിദ്യ. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. ചെറുനാരങ്ങ അങ്ങോട്ട് മുറിച്ച് ഇത് ഒരുമാതിരി അങ്ങോട്ട് മൊരിഞ്ഞ് പാകമായി എന്ന് കാണുമ്പോൾ ഈ ചെറുനാരങ്ങ നീരിങ്ങനെ ഒരു ചെറുനാരങ്ങയുടെ നല്ലോണം പുളി ഇഷ്ടമുള്ളവർക്ക് ചെറുനാരങ്ങ ആവാം. ഈ ഉപ്പും അച്ചാർ പൊടി ഇടണം കേട്ടോ ഇതിൽ. മൂത്തങ്ങോട്ട് വരുമ്പോൾ ഇതിലേക്ക് അച്ചാർ പൊടി ഇട്ട് അതുകൂടെ ഇളക്കി ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കുക. അപ്പോൾ എന്തൊക്കെയായി ഇതിലിപ്പോൾ? പാവയ്ക്ക ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വാട്ടിയെടുത്തു. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ക്യാരറ്റോ ബീട്രൂട്ടോ എല്ലാം കൂടി അരിഞ്ഞ് വേറെ വച്ചതും ഈ പാവയ്ക്കയും കൂടി ചേർത്ത് വറക്കണം. പരിപ്പുകൾ വേറെ വറക്കണം. ഉഴുന്ന് പരിപ്പ്, സാമ്പാർ പരിപ്പ്, വടപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, പൊട്ടുകടല, ഈ 5 കൂട്ടം 5 മൂപ്പാണ് ഇതിനൊക്കെ. അതിൻ്റെ എല്ലാം ഒരു ചട്ടിയിൽ തന്നെ പറ്റും. 5 പ്രാവശ്യം 5 തരത്തിലായിട്ട് ഒരുമിച്ച് ചേർത്ത് വറുത്ത് അതും ഇതിലേക്ക് ഇട്ടു. അതിലേക്ക് ആവശ്യപ്പെട്ടത് മൂത്ത് വരുമ്പോൾ ഒരു സ്പൂൺ, 1.5 സ്പൂൺ, 2 സ്പൂൺ അച്ചാർ പൊടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇളക്കി നോക്കുമ്പോൾ ഇത്തിരി കായവും ഇത്തിരി ഉലുവാപ്പൊടി, ഇത് രണ്ടും കൂടി കുറച്ച് അഡീഷണൽ ചേർക്കണം. അച്ചാർ പൊടിയിലുള്ളത് മാത്രം പോരാ, ഇത്തിരിയും കൂടി അഡീഷണൽ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെച്ച് അതിൻ്റെ മീതെ നാരങ്ങ നീരും കൂടി അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇളക്കി പൊത്തി അവിടെ വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കുക, വീണ്ടും ഒന്ന് പൊത്തി വയ്ക്കുക. അത് കഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 2 ദിവസം ഇത് അപ്പം തന്നെ നമ്മളെടുത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ ഈ പരിപ്പുകളൊക്കെ നല്ല മുറുക്കത്തിലരിയുക. നമുക്ക് പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിക്കണം.
കാരണം എല്ലാം നമ്മൾ വറുത്തെടുത്തതല്ലേ. 2 ദിവസം പുറത്തിരിക്കുമ്പോൾ ഈ പാവയ്ക്കയിലുള്ള കയ്പൊക്കെ പരിപ്പുകളിലേക്കായിട്ടും ഉപ്പും മുളകും ഒക്കെ പിടിച്ച പരിപ്പും പുളിയും എല്ലാം കൂടി ചേർന്ന എല്ലാ ചേരുവകളും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ചാക്കിയെടുത്ത് പാത്രത്തിലാക്കി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ഉപ്പിലിട്ടതിൻ്റെ രൂപത്തിലെടുക്കാനാണ് സാധ്യത. എന്നാൽ ചിലരിത് ഉപ്പിലിട്ടതിനേക്കാൾ കൂടുതലായിട്ടും എടുക്കും. ഇഷ്ടം തോന്നുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഇവിടെ ചിലപ്പോൾ 2-3 സ്പൂണൊക്കെ കുട്ടികൾ എടുക്കണം കാണാറുണ്ട്. ഞാൻ ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പം തിന്നുമ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഈ പരിപ്പൊക്കെ സോഫ്റ്റാകും. പരിപ്പിലേക്ക് ഉപ്പും മുളകും പാവയ്ക്കയുടെ ഒരു ചെറിയ കയ്പും ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പുളിയും എല്ലാം കൂടി ചേരുമ്പോൾ പരിപ്പ് ടേസ്റ്റാണ്. അതുപോലെ പാവയ്ക്ക ചെല്ലോ പുളിയും ഉപ്പും മുളകും ഈ പരിപ്പിൻ്റെ കൂടെ ചേർന്ന് ഇതാവുമ്പോൾ എല്ലാം കൂടി എനിക്ക് പറയാനുള്ളത് നല്ല ചൊടിയുള്ള ഒരു ഉപ്പിലിട്ടതാണ്. നല്ല ചൊടിയുണ്ട്. ഇത്തിരി സംഭാരവും ഇതും ഒരു സ്പൂണും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം. ഞാനത് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ പേരാണ് പാവയ്ക്ക വീണ്ടാലു. ഇപ്പൊക്കെ ഒരുപാട് ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഈ പൊട്ടുവെള്ളരിക്കും തക്കാളിയും മറ്റ് പല പച്ചക്കറികളും എരിഞ്ഞ് ചിത്രശലഭത്തിന് വേറെ ഓരോരോ ഡിസൈൻ. ഞാനിന്നിപ്പോൾ ഒരു തക്കാളിയും പിന്നെ ഒരു ചുമന്ന പയറൂടെ പറിച്ച് നടുക്കും കയറ്റി വെച്ചു. ഇരിക്കട്ടെ, ഒരു ചിത്രശലഭോ ഒരു തക്കാളി കഷ്ണം ഇരിക്കട്ടെ, ഒരു ചെറിയ അലങ്കാരം അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ്, ഇതാ നോക്കൂ, ഇതാണ് ഞാനിപ്പം ഇത് 3-ാമത്തെ ദിവസമായി ഉണ്ടാക്കിയിട്ട്. ഇതിനെ ഇന്ന് ഞാൻ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കും. ഇതാണ് പാവയ്ക്ക വിണ്ടാലു. ടേസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും. നല്ല ഉപ്പും മുളകും, വായിക്ക് രുചി തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന പ്രായമായിട്ടുള്ളവർക്ക് ഇതൊരു അല്പം കിട്ടിയാൽ അവർക്ക് രുചി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഉപ്പിലിട്ടതിൻ്റെ ഒരു പ്രാധാന്യം തന്നെ അതാണ്. നമ്മുടെ നാക്കിൻ്റെ രസമുകുളങ്ങളെയൊക്കെ ഒന്നങ്ങോട്ട് തൊട്ടുണർത്തും. നമുക്ക് നല്ല രുചി വരും. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. പാവയ്ക്ക ഇപ്പം എല്ലാ കാലത്തും കിട്ടുമല്ലോ. 1-2 പാവയ്ക്ക കൊണ്ട് അല്പസമയമൊന്ന് മെനക്കെട്ടാൽ ഒരു വെറൈറ്റി ഉപ്പിലിട്ടത് ഉണ്ടാക്കാം. ഇതാണ് പാവയ്ക്ക വിണ്ടാലു. ഇന്നത്തെ എൻ്റെ പാചകവിധിയിലേക്കുള്ള കോൺട്രിബ്യൂഷനാണ് പാവയ്ക്ക വിണ്ടാലു. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നമ്മളിപ്പോൾ എന്നൊന്നും ഉണ്ടാക്കണില്ലല്ലോ. ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും കൂടി വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇതിൻ്റെയൊക്കെ രുചി നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കട്ടേന്നേ. അപ്പോൾ എല്ലാവർക്കും പാവയ്ക്ക വീണ്ടാലും ഇഷ്ടപ്പെടും എന്ന വിചാരത്തോടു കൂടി ഞാനിത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.